Next is Mason's rule. Important ആണ്. Mason's gain formula ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ SFG സോൾവ് ചെയ്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ മേസൺസ് ഗെയിൻ ഫോർമുല പഠിക്കണം. അങ്ങനെ പ്രോബ്ലംസ് വരാറുണ്ട്. SFG തന്നിട്ട് ഫൈൻഡ് ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് എന്ന് വരാറുണ്ട്. The block diagram reduction technique requires successive application of fundamental relationships in order to arrive at the system transfer function. On the other hand, Mason's rule for reducing a signal flow graph to a single transfer function requires the application of one formula. അതായത് മേസൺസ് ഗെയിൻ ഫോർമുല മാത്രം മതി നമുക്ക് ഒരു SFG സോൾവ് ചെയ്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ദിസ് ഫോർമുല വാസ് ഡിറൈവ്ഡ് ബൈ S.J. Mason. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് മേസൺസ് റൂൾ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്കറിയാം C(S)/R(S) ആണ്. അപ്പോൾ C(S)/R(S) ഓഫ് എ സിസ്റ്റം എങ്ങനെ ഇക്വേഷൻ സിഗ്മ i = 1 to n pi delta i by delta. ഐയുടെ വാല്യൂ 1 തൊട്ട് n വരെ വേരി ചെയ്യും. ഇനി ഓരോ ടേംസും എന്താണെന്ന് പറഞ്ഞുതരാം. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫോർവേഡ് പാത്താണ്. സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത്സ് ആണ്. ഇതിൻ്റെ ടെർമിനോളജീസ് ഓൾറെഡി നമ്മൾ പഠിച്ചു. എന്താണ് ഫോർവേഡ് പാത്ത്, ഗെയിന്, ലൂപ്പ്, സെൽഫ് ലൂപ്പ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചാണ്. n is the number of forward path. p suffix i എന്ന് പറയുന്നത് ഗെയിൻ ഓഫ് ith ഫോർവേഡ് പാത്ത് എന്നുവെച്ചാൽ നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത് ആണ് സ്മോൾ n. അങ്ങനെ 1 തൊട്ട് n വരെ വേരി ചെയ്യുന്ന വാല്യൂ ആണ് സ്മോൾ i. pi എന്ന് പറയുന്നത് ith ഫോർവേഡ് പാത്ത്. ഇപ്പം 2 ഫോർവേഡ് പാത്ത് ഉണ്ടെങ്കിൽ P1 ആൻഡ് P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ഫസ്റ്റ് ഫോർവേഡ് പാത്തിൻ്റെ ഗെയിന് P1, P2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ. അങ്ങനെ അതാണ് pi. ദെൻ ഡെൽറ്റ ഈസ് ദി ഡിറ്റർമിനൻറ്റ് ഓഫ് ദ സിസ്റ്റം. ആൻഡ് ഡെൽറ്റ i എന്ന് പറയുന്നത് ഇപ്പം ith ഫോർവേഡ് പാത്ത് 1ൻ്റെയാണ് ഫസ്റ്റ് ഫോർവേഡ് പാത്ത് ആണെങ്കിൽ ഫസ്റ്റ് ഫോർവേഡ് പാത്തിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഇനി അങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞുതരാം. Delta is called the signal flow graph determinant, or characteristic function, since delta equal to 0 is a system characteristic equation. നോക്കാം നമുക്ക് ഡെൽറ്റ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ കണ്ടോ 1 മൈനസ് സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ്. അതായത് നമ്മുടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന SFGയിൽ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് സെൽഫ് ലൂപ്പ് ഗെയിൻസ് ഉണ്ടോ എന്ന് നോക്കുക. അതിൻ്റെ സം എടുക്കുക. പ്ലസ് സം ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് ഗെയിൻസ് ഓഫ് ഓൾ പോസിബിൾ 2 ലൂപ്സ് ദാറ്റ് ആർ നോൺ ടച്ചിങ് ലൂപ്പ് എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ അങ്ങനെ ആൾട്ടർനേറ്റ് മൈനസ് ആൻഡ് പ്ലസ് വരുവാണ്. നെക്സ്റ്റ് മൈനസ് സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ഗെയിൻ ഓഫ് ഓൾ പോസിബിൾ 3 ലൂപ്സ് ദാറ്റ് ഡോണ്ട് ടച്ച് ഈച്ച് അതർ. പ്ലസ് അങ്ങനെ എക്സെട്ര എത്ര നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടോ അത്രയും ആണ് വരുന്നത്. ഡെൽറ്റ i ഈസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ ഫോർ ഡെൽറ്റ എന്തോന്ന് മനസ്സിലായല്ലോ. ഡെൽറ്റ i ഈസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ ഫോർ ദ പാർട്ട് ഓഫ് ദ ബ്ലോക്ക് ഡയഗ്രാം ദാറ്റ് ഡസൻറ്റ് ടച്ച് ദ ith ഫോർവേഡ് പാത്ത്. അതായത് ഇപ്പോൾ ഡെൽറ്റ i എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോർവേഡ് പാത്തിൻ്റെ ആണെങ്കിൽ ഫസ്റ്റ് ഫോർവേഡ് പാത്തിൽ ടച്ച് ചെയ്യാത്ത പാർട്ടിൽ നിന്നാണ് ഡെൽറ്റ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അപ്പം എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞത് കാൽക്കുലേറ്റ് ഫോർവേഡ് പാത്ത് ഗെയിൻ pi ഫോർ ഈച്ച് ഫോർവേഡ് പാത്ത്. ആദ്യം നമ്മൾ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സ്മോൾ n എത്രയെന്ന് നോക്കുക. ദെൻ ഓരോ ഫോർവേഡ് പാത്തിൻ്റെയും ഫോർവേഡ് പാത്ത് ഗെയിൻ കണ്ടുപിടിക്കുക. ദെൻ സെക്കൻഡ് കാര്യം കാൽക്കുലേറ്റ് ഓൾ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അതായത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ആ ലൂപ്പിൻ്റെയൊക്കെ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് കണ്ടുപിടിക്കുക. കൺസിഡർ നോൺ ടച്ചിങ് ലൂപ്സ് 2 at a time. നോൺ ടച്ചിങ് ലൂപ്സ് ഏതെങ്കിലും 2 എണ്ണം ഉണ്ടോ നോക്കുക, 3 എണ്ണം ഉണ്ടോ നോക്കുക. അങ്ങനെ എത്ര നോൺ ടച്ചിങ് ലൂപ്സ് വരുന്നുണ്ട്, 2 at a time, 3 at a time അങ്ങനെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. കാൽക്കുലേറ്റ് ഡെൽറ്റ ഫ്രം സ്റ്റെപ്പ് 2, 3, 4 and 5. ദെൻ കാൽക്കുലേറ്റ് ഡെൽറ്റ i ആസ് പോർഷൻ ഓഫ് ഡെൽറ്റ നോൺ ടച്ചിങ് ഫോർവേഡ് പാത്ത് i. ഇനി എങ്ങനെ ചെയ്യുന്നതെന്ന് പ്രോബ്ലം നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്ലൈ മേസൺസ് റൂൾ ടു കാൽക്കുലേറ്റ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം റെപ്രസെൻറ്റഡ് ബൈ ദ ഫോളോയിങ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. അപ്പോൾ നമുക്ക് വേണ്ടത് C(S)/R(S) ആണ്. ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഫോർവേഡ് പാത്ത് കണ്ടുപിടിച്ച് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം.
അപ്പം ഫസ്റ്റ് നമ്മൾ ഫോർവേഡ് പാത്ത്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഫസ്റ്റ് ഫോർവേഡ് പാത്ത്, എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട് ഇതിൽ നോക്കിക്കേ. P1 ഫോർവേഡ് പാത്തിന് നമ്മൾ P1 P2 എന്നാണ്, P3 P4 എന്ന് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് എന്ന് പറഞ്ഞാൽ 6ൽ നിന്ന് ഇങ്ങനെ നേരെ പോകുന്നൊരു ഫോർവേഡ് പാത്ത്. അതിൻ്റെ ഗെയിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദറ്റ് ഈസ് P1 = G1 G2 × 4. ഇവിടെയൊക്കെ 1 ആണ്, ഈ പോകുന്ന വഴിയിലെല്ലാം 1 ആണ് ഉള്ളത്. 1 × G1 G4 × G2 × 1 × 1, അതാണ് G1 G2 G4 എന്ന് കിട്ടിയത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ഫോർവേഡ് പാത്ത് ഇതുവഴി ഉണ്ടെന്ന് നിങ്ങൾ നോക്കണം. ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് പോകാൻ H1 വഴി പോകാൻ പറ്റുമോ? ഇല്ല, അതിൻ്റെ ഡയറക്ഷനും ഓപ്പോസിറ്റാണ്, ഇങ്ങനെയാണ് ഡയറക്ഷൻ. സോ ആ രണ്ട് വഴി നടക്കില്ല. ദെൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇതിന് പോകാനൊരു വഴിയുണ്ട്, G3 ഡയറക്ഷൻ ഇങ്ങനെ ആയതുകൊണ്ട്. സോ സെക്കൻഡ് ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് ഇതുവഴിയാണ്, G1 G4 G3 × 1 G1 G3 × G4 എന്ന് കിട്ടും. അങ്ങനെ രണ്ട് ഫോർവേഡ് പാത്ത്സും കിട്ടി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ C/R ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്താ? എന്തായിരുന്നു ഇക്വേഷൻ? i = 1 to n Pi × Δi/Δ ആയിരുന്നു. അപ്പോൾ നമ്മൾ i = n-ൻ്റെ വാല്യൂ എത്രയാ? 1 and 2. എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട്? 2 വരെ ഉള്ളൂ. അപ്പോൾ iക്ക് 1 കൊടുക്കാം, iക്ക് 2 കൊടുക്കാം. iക്ക് 1 കൊടുക്കുമ്പം P1 Δ1, iക്ക് 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? P1 × Δ1 എന്ന് കിട്ടും, P1 Δ1 എന്ന് കിട്ടും. iക്ക് 2 കൊടുക്കുമ്പോഴോ P2 Δ2 എന്ന് കിട്ടും. സോ P1 Δ1 + P2 Δ2/Δ എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് വേണ്ടത്, P1 ഓൾറെഡി കണ്ടുപിടിച്ചു, P2 ഉണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്ത് മാത്രമേ ഉള്ളൂ? ഡെൽറ്റ വേണം, Δ1 വേണം, Δ2 വേണം. ഇത് മൂന്നും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷനായി. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫീഡ്ബാക്ക് ലൂപ്സ് എത്രയുണ്ടെന്ന് നോക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കുക. ഞാൻ പറഞ്ഞു, ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ സെൽഫ് ലൂപ്പാണെങ്കിൽ ഇങ്ങനെ തുടങ്ങി, ഇപ്പം സിയിലാണെങ്കിൽ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ അവസാനിക്കണം. അതാണ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഓർ സെൽഫ് ലൂപ്പ്. അപ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു നോഡിൽ തുടങ്ങി ആ നോഡിൽ അവസാനിക്കുന്നത് വല്ലതും ഉണ്ടോ നോക്കുക. അപ്പോൾ എങ്ങനെയുണ്ട്? ഇവിടെ കണ്ടോ, ഈ ഒരെണ്ണം കണ്ടോ, G1 G4 ആൻഡ് ഇങ്ങനെ ഒരു ലൂപ്പ്, G1 G4 × H1 ഉണ്ടോ, ഇങ്ങനെയാണ് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതൊരു ഫീഡ്ബാക്ക് ലൂപ്പ്, G1 G4 H1. ഇനി അടുത്ത ലൂപ്പ് ഏതാ? ഇവിടെ കണ്ടോ, G1 G4 G2 1, ഇവിടെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ടോ, ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടോ. സോ നമുക്ക് എന്തൊരു കിട്ടി? G1 × G4 × G2 × 1 × -H2, G1 G2 G4 -H2, അതുകൊണ്ടാണ് മൈനസ് ഓഫ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത ലൂപ്പ് ഏതാ മാർക്ക് ചെയ്തിരിക്കുന്നത്? G1 G4 വഴി ഇതുവഴി പോകാമല്ലോ, G3 വഴി പോയിട്ട് ഇങ്ങനെ തിരിച്ചു പോവാം. അതേതാ? G1 ഇങ്ങനെ പോവാം, G1 ഈ ലൂപ്പ് ഇവിടെ തുടങ്ങും, ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഈ നോഡിൽ തിരിച്ചെത്തുന്നത്. ദാറ്റ് ഈസ് G1 × G4 × G3, G1 G4 G3 × 1 -H2, G1 G3 G4 -H2. ദെൻ ഇനി നോൺ ടച്ചിങ് ലൂപ്സ് നോക്കണം നമുക്ക്. ആൻഡ് ഇക്വേഷൻ ഡെൽറ്റ = 1 - sum of all individual loop gains. അപ്പം 1 - എത്ര ഇൻഡിവിജ്വൽ ലൂപ്സ് ഉണ്ട്? 3 എണ്ണം ഉണ്ടായിരുന്നു. L1 L2 L3 എന്ന് പറഞ്ഞ് നമ്മൾ 3 എണ്ണം മാർക്ക് ചെയ്തിരുന്നു. L1 L2 ആൻഡ് L3 ഉണ്ട്. സോ 3 പേരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം 3 ലൂപ്സിൻ്റെയും ഗെയിനാണ് ഇവിടെ വേണ്ടത്. 1 - L1 + L2 + L3. അപ്പോൾ അത് ആയി. ഇനി നമുക്ക് വേണ്ടത് Δ1 ആണ്. Δ1 എന്ന് പറയുന്നത് 1 - sum of all individual loop gains + sum of 2 non touching loops. ഇവിടെ എന്താ അങ്ങനെ ഒരു സംഭവം എടുക്കാഞ്ഞ്? ഇവിടെ നമ്മുടെ ഫോർവേഡ് പാത്ത് ഇതുണ്ട്, ഈ ഒരു പാത്തുണ്ട്. ഈ 2 പാത്ത് എടുത്താലും ഈ പാത്തിൽ നോൺ ടച്ചിങ് ആയിട്ട് വരുന്ന ലൂപ്സ് ഒന്നുമില്ല. ഈ ഒരു ഫോർവേഡ് പാത്തിൽ എല്ലാ ലൂപ്സും ടച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ എടുത്ത് ഒരു ഫോർവേഡ് പാത്ത് എടുത്താലും എല്ലാ ലൂപ്സും ഏതെങ്കിലും ഒരു നോഡിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നോൺ ടച്ചിങ് ലൂപ്സ് ഒന്നുമില്ല. Δ1 =
1 minus sum of individual loop gains then delta 2 എന്ന് പറയുന്നത് 1 minus sum of all individual loop gains, that is delta 2 is equal to 1. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P1 delta 1 plus P2 delta 2. P1ൻ്റെയും P2ൻ്റെയും വാല്യൂ മാത്രമേ വരുള്ളൂ. delta 1 delta 2 1 ആണ് കിട്ടുന്നത്. ദെൻ ഡെൽറ്റ ഇസ് ഇക്വൽ ടു 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസേ ഉള്ളൂ. നോൺ ടച്ചിങ് ലൂപ്സ് വരാത്തതുകൊണ്ടാണ് നമുക്ക് ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ൻ്റെയും വാല്യൂ 1 ആയിട്ട് കിട്ടുന്നത്. ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് ഫോർവേഡ് പാത്ത് എടുക്കുമ്പം ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് ഒന്നുമില്ല. ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഒരു ലൂപ്പ് എടുക്കുക. ഇപ്പം ഇവിടെ ഒരു ലൂപ്പ്, ഈ ഒരു നോഡ് എടുത്താൽ ഈ നോഡിൽ അവസാനിക്കണം. അങ്ങനെയാണ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലൂപ്പ് ഗെയിൻസ് ഒന്നുമില്ല. അതുപോലെ ഫോർവേഡ് പാത്തിനെയും ഈ ഒരു ഫോർവേഡ് പാത്തിനെയും നോൺ ടച്ചിങ് ആയിട്ടുള്ള ലൂപ്സും ഇല്ല. അതുകൊണ്ടാണ് ഡെൽറ്റ 1ഉം ഇതും 1 ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് apply Mason's rule to calculate transfer function of the system by following SFG. അപ്പോൾ SFG വെച്ചിട്ട് ഈ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വേണം. ദാറ്റ് ഈസ് y of s by r of s ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് വേണ്ടത്. ദെൻ ഇതിനകത്ത് കുറേ ലൂപ്സ് കാര്യങ്ങളും ഉണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഫോർവേഡ് പാത്ത് കണ്ടുപിടിക്കണം. ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിലേക്ക് എത്താൻ എത്ര വഴികളുണ്ടെന്ന് നോക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമോ? ഫസ്റ്റ് ലൂപ്പ് ഫോർവേഡ് പാത്ത് ഗെയിൻസ് ഏതൊക്കെ വേണം നോക്കിക്കേ. ഇതാണ് ഇൻപുട്ട് സൈഡിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് പോകണം. ദാറ്റ് ഇസ് G1 G2 G3 G4 ആരോ കണ്ടോ? ഇതെല്ലാം റൈറ്റ് ഔട്ട്പുട്ടിലേക്കുള്ള ആരോസാണ്. സോ അതൊരു പാത്താണ്. ഇനി ഏത് ഫോർവേഡ് പാത്തുണ്ട്? ഇതുവഴി വന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. H2ൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. സോ ആ വഴി നോക്കുക വേണ്ട. ദെൻ ഈ വഴി പോകാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കിയുണ്ടല്ലോ. G5 G6 G7 G8 2 ഫോർവേഡ് പാത്ത് കിട്ടി. ഇനി നമുക്കിവിടെ വന്നിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 2 ഫോർവേഡ് പാത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ P1 ആൻഡ് P2 കണ്ടുപിടിച്ചു. G1 G2 G3 G4 പാത്ത് 1, P2 എന്ന് പറയുന്നത് G5 G6 G7 ആൻഡ് G8. അപ്പോൾ 2 പാത്താണ്. അപ്പോൾ n is equal to 2 ആണ്. അപ്പോൾ P1ഉം P2 ഉണ്ട്. ഇനി നമുക്ക് ലൂപ്പ് ഗെയിൻസ് ഉണ്ടോ എന്ന് നോക്കാം. അതുപോലെ ഇൻഡിവിജ്വൽ ലൂപ്സ് ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ലൂപ്പ് ഗെയിൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ലൂപ്പ് വരും? ഏതൊക്കെ ലൂപ്പാണ് ഇതിലുള്ളത്? ലൂപ്പ് എന്ന് പറയുന്നത് എന്താ? ഒരു നോഡിൽ തുടങ്ങി ഒരു നോഡിൽ അവസാനിക്കണം. അപ്പോൾ നമുക്കിവിടെ നോക്കാം എത്ര ലൂപ്പ് വരും. ഇവിടെ കാണുമ്പോൾ തന്നെ ക്ലിയർ ആണ്. ഇവിടെ നമുക്ക് H2 ഡയറക്ഷൻ ഇങ്ങനെയാണ്. ദെൻ ഇതിലൂടെ കയറി തിരിച്ചു പോകും. ദാറ്റ് ഈസ് H2 G2 ഒരു ലൂപ്പ്. അതുപോലെ H3 G3 ഒരു ലൂപ്പ്. ഈ ലൂപ്പ് പറഞ്ഞാൽ H3 G3. അതുപോലെ G7 H7 ഒരു ലൂപ്പ്. G5 H6 ഒരു ലൂപ്പ്. അങ്ങനെ 4 ലൂപ്സാണ് ഇതിലുള്ളത്. ഇനി നോൺ ടച്ചിങ് ലൂപ്സ് നോക്കാം. ഇൻഡിവിജ്വൽ ലൂപ്സ് ഒന്നുമില്ല. ഒന്നിൽ തുടങ്ങി ഒന്നിൽ അവസാനിക്കുന്ന, ഏതെങ്കിലും ഒന്നിൽ തുടങ്ങി ഒന്നിൽ അവസാനിക്കുന്ന ലൂപ്സ് ഒന്നും ഇതിലില്ല. സോ ഇനി നമുക്ക് വേണ്ടത് നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ലൂപ്പും ഇതും കൂടെ ടച്ച് ചെയ്യുന്നുണ്ട് ഒരു നോഡിൽ. സോ നമുക്ക് അങ്ങനെ അതിനെ എടുക്കാൻ പറ്റില്ല. സോ നോൺ ടച്ചിങ് ആയിട്ട് ഏതൊക്കെ കോമ്പിനേഷൻസ് വരും? ഈ L1 ഈസ് നോൺ ടച്ചിങ് L3. അതുപോലെ L1 L4 നോൺ ടച്ചിങ് ആണ്. സോ എന്തൊക്കെ കിട്ടും നമുക്ക്? L1 L3 എന്ന് പറയുന്നൊരു ലൂപ്പ് ഗെയിൻ കിട്ടും. 2 നോൺ ടച്ചിങ് ലൂപ്സ് L1ഉം L3യും തമ്മിലുള്ളത്. ദെൻ ഈ L1 ആൻഡ് L4 അവർ തമ്മിലുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാ? ഈ L2 എന്ന് പറയുന്ന ലൂപ്പും L3യും നോൺ ടച്ചിങ് ആണ്. അതുപോലെ L2 ആൻഡ് L4 നോൺ ടച്ചിങ് ആണ്. അങ്ങനെ 4 കോമ്പിനേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ 3 നോൺ ടച്ചിങ് ലൂപ്സ് ഏതെങ്കിലും ഉണ്ടോ? 3 നോൺ ടച്ചിങ് ലൂപ്സ്. ഇപ്പം എന്താ 3 നോൺ ടച്ചിങ് ലൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഇത് L1 എന്ന് പറയുന്നൊരു ലൂപ്പാണ്. L1ഉം L3യും 2 നോൺ ടച്ചിങ് ലൂപ്സാന്ന് പറഞ്ഞു. സോ L1ന് L3 ഇനി വേറെ ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു നോൺ ടച്ചിങ് ലൂപ്പായിട്ട് വരും. പക്ഷേ ഇതിൽ ടച്ച് ചെയ്താണ് ഈ ലൂപ്പ് ഇരിക്കുന്നത്. സോ അതിനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 2 നോൺ ടച്ചിങ് ലൂപ്സ് ആയിട്ട് മാറിയത്. 3 നോൺ ടച്ചിങ് ലൂപ്സ് ഇതിലില്ല. കാൽക്കുലേറ്റ് ഡെൽറ്റ ഫ്രം സ്റ്റെപ്പ് 2 to 4. അപ്പോൾ നമ്മൾ ഡെൽറ്റ കണ്ടുപിടിക്കുകയാണ്. ഡെൽറ്റ ഇസ് ഈക്വൽ ടു നമുക്കറിയാം
1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ പ്ലസ് എന്താ നോൺ ടച്ചിങ് ലൂപ്പ് ഗെയിൻസിൻ്റെ. ഇപ്പോൾ 2 നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ട്, അവയുടെ ഗെയിൻ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത്. അങ്ങനെ ഇനി 1 മൈനസ് ഇവിടെ കണ്ടോ 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ പ്ലസ് 2 നോൺ ടച്ചിങ് ലൂപ്സിൻ്റെ ഗെയിനിൻ്റെ പ്രോഡക്റ്റ് അതിൻ്റെ സമ്മ്, ദെൻ മൈനസ് 3 നോൺ ടച്ചിങ് ഉണ്ടെങ്കിൽ അങ്ങനെയാണ് പ്രോബ്ലം പോകുന്നത്. സോ ഡെൽറ്റയുടെ വാല്യൂ കിട്ടി. ഡെൽറ്റ ഇസിക്കൽ ടു 1 മൈനസ് എന്താ ചെയ്തത്, L1 L2 L3 L4 ഒക്കെ എഴുതിയിട്ടുണ്ട്, അതെടുക്കുക. ദെൻ ഇവിടെ 2 നോൺ ടച്ചിങ് ലൂപ്സ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വലുതായിട്ട് വന്നത്. ദെൻ നമുക്കിനി വേണ്ടത് ഡെൽറ്റ 1 വേണം. ഡെൽറ്റ 1 എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് എടുക്കും. ഡെൽറ്റ 1 എടുക്കുമ്പം ഫോർവേഡ് പാത്ത് 1നെ നമ്മൾ എലിമിനേറ്റ് ചെയ്യും. അപ്പം 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് ഏതൊക്കെയാണ്, L3 ആൻഡ് L4 2 ലൂപ്പ് ഗെയിൻസ് ഉണ്ട്. ഇനി ഇതിന് അതിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, G6 H6 G7 H7. ഇപ്പോൾ ഡെൽറ്റ 1 കിട്ടി. ഇനി ഡെൽറ്റ 2 എന്ന് പറഞ്ഞാൽ എലിമിനേറ്റിംഗ് ഫോർവേഡ് പാത്ത് 2, സെക്കൻഡ് ഫോർവേഡ് പാത്ത് എലിമിനേറ്റ് ചെയ്തിട്ട് ഡെൽറ്റ 2 കണ്ടുപിടിക്കും. ഡെൽറ്റ 2 എന്ന് പറയുമ്പം 1 മൈനസ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് L1 ആൻഡ് L2ൻ്റെ ലൂപ്പ് ഗെയിൻസ്, അത് നമ്മുടെ കയ്യിലുണ്ട്. ദെൻ ഒന്നുമില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Y of s ബൈ R of s എന്ന് പറഞ്ഞാൽ P1 ഡെൽറ്റ 1 പ്ലസ് P2 ഡെൽറ്റ 2 ബൈ ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ പ്ലസ് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ്. അങ്ങനെ 3 ഉണ്ടെങ്കിൽ മൈനസ് 3 നോൺ ടച്ചിങ് ലൂപ്പ് എന്ന് വരും. ദെൻ P1 ഇൻറ്റു ഡെൽറ്റ 1 P2 ഇൻറ്റു ഡെൽറ്റ 2. ഡെൽറ്റ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോർവേഡ് പാത്ത് എലിമിനേറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ലൂപ്പിൻ്റെത് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ CS ബൈ RS ഓഫ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഷോൺ ഇൻ ഫിഗർ. ഇവിടെ ഇതുപോലെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. എത്ര ഫോർവേഡ് പാത്ത്സ് ഉണ്ടെന്ന് നോക്കുക. ഫോർവേഡ് പാത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം കാണുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫോർവേഡ് പാത്ത് ഉണ്ട്. ദെൻ ഈ ഒരു നോഡിൽ വന്നിട്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ പറ്റില്ല, കാരണം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. എന്നാൽ ഇതുവഴി പോകാൻ പറ്റുമോ, ആ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. സോ ഈ ഒരു ഫോർവേഡ് പാത്ത് ഇവിടെ ഉള്ളൂ. ഇവിടെ വരെ വന്നു കഴിഞ്ഞിട്ട് ഇതുവഴി പോകാൻ നോക്കിയാലും ഇല്ല. സോ ഓൺലി 1 ഫോർവേഡ് പാത്ത് ഈസ് ദെയർ. സോ അതിൻ്റെ ഗെയിനാണ് G1 G2 G3 G4 ഇൻറ്റു G5. എത്ര ഫീഡ്ബാക്ക് ലൂപ്സ് ഉണ്ട്, ഫീഡ്ബാക്ക് ചെയ്യുന്ന ലൂപ്സ് L1 L2 L1 L2 L3 ആൻഡ് L4. ഏത് ലൂപ്പാന്ന് മനസ്സിലായോ, ഇങ്ങനെ വന്നിട്ട് ഫുള്ളായിട്ട് പോകുന്നൊരു ലൂപ്പ് L4. അങ്ങനെ 4 ലൂപ്സാണ് ഇതിനുള്ളത്. അതിൻ്റെ എല്ലാം ഗെയിൻസ് എടുക്കുക. ദെൻ നോൺ ടച്ചിങ് ലൂപ്സ് ടേക്കൺ 2 അറ്റ് എ ടൈം. 2 നോൺ ടച്ചിങ് ലൂപ്സ് എടുക്കുകയാണെങ്കിൽ L1 എന്ന് പറയുന്ന ലൂപ്പ് L2നെ ടച്ച് ചെയ്യുന്നില്ല, സോ L1 L2. L1 L3 ടച്ച് ചെയ്യുന്നില്ല, സോ L1 L3. പക്ഷേങ്കിൽ L4 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം L4 എല്ലാവർക്കും കോമൺ ആയിട്ടിരിക്കുന്നൊരു ലൂപ്പാണ്. ഇത് ഫുള്ളാണ് L4 വരുന്നത്, സോ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ദെൻ L2 ആൻഡ് L3 അങ്ങനെ 3 ലൂപ്പ് ഗെയിൻസിൻ്റെ പ്രോഡക്റ്റ് കിട്ടും. 2 നോൺ ടച്ചിങ് ലൂപ്സ്. അതുപോലെ 3 നോൺ ടച്ചിങ് ലൂപ്പിൻ്റെ കേസോ, ഇവിടെ 3 നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ട്, നമുക്കറിയാമല്ലോ. L4 പറ്റത്തില്ല, എല്ലാവരെയും ടച്ച് ചെയ്യുന്നുണ്ട്. L4 എല്ലാവരെയും ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ L1ഉം L2ഉം L3യും 3 നോൺ ടച്ചിങ് ലൂപ്സാണ്. സോ പ്രോഡക്റ്റ് ഓഫ് L1 L2 ആൻഡ് L3 എടുക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുക എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ദെൻ ഡെൽറ്റ കണ്ടുപിടിക്കുക. ഡെൽറ്റ എന്ന് പറയുന്നത് എന്താ, 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ്. സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും, L1 L2 L3 ആൻഡ് L4. അതിൻ്റെ എല്ലാം ലൂപ്പ് ഗെയിൻസിൻ്റെ സമ്മ് G1 H, അതാണ് ഇത് ഓരോന്നും. L1 L2 L3 ആൻഡ് L4. അതാണ് ഇവിടെ ഇത്രയും എഴുതിയിരിക്കുന്നത്. സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിനാണ്. ഇനി 2 നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. 2 നോൺ ടച്ചിങ് ലൂപ്സിൻ്റെ എത്ര സെറ്റ് ഉണ്ട്, L1 L3 ഉണ്ട്, L1 L3 ഉണ്ട്, അതുപോലെ L2 L3 ഉണ്ട്, L1 L2 ഉണ്ട്. അങ്ങനെ 3 കോമ്പിനേഷൻസ് ഉണ്ട്. ആ 3 കോമ്പിനേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. G1H G4H2 G2H1 G7H4 G4H2 G7H4. അങ്ങനെ 3 കോമ്പിനേഷൻസ് ഉണ്ട്. അത് 3 ആണ് ഇവിടെ വരുന്നത്.
ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ. സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ എന്ന് പറഞ്ഞാൽ L1 പ്ലസ് L2 പ്ലസ് L3 പ്ലസ് L4. അതാണ് ഈ എഴുതിയിരിക്കുന്ന ഈ ബ്രാക്കറ്റിലുള്ളത്. L1, L2, L3 ആൻഡ് L4ൻ്റെ ഗെയിനാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ പ്ലസ് സം ഓഫ് ഗെയിൻ പ്രോഡക്റ്റ് ഓഫ് എന്താ 2 നോൺ ടച്ചിങ് ലൂപ്സ്. അതായത് നമുക്കറിയാം എത്ര L1, L2 എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട്, L1, L3 ഉണ്ട്, L2, L3 ഉണ്ട്. L1, L2, L1, L3, L2, L3 അങ്ങനെ 3 പ്രോഡക്റ്റിൻ്റെ സം എടുക്കണം. അപ്പോൾ L1ൻ്റെയും L2ൻ്റെയും കൂടെ അതാണ് ഈ കാണിക്കുന്നത്. ദെൻ L1, L3, L2, L4, L3 അങ്ങനെ 3 കോമ്പിനേഷൻസ്. അത് കഴിഞ്ഞ് ലാസ്റ്റിലത്തെ എന്താണ്? ലാസ്റ്റിലത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ വരുന്നത്? മൈനസ് 3 നോൺ ടച്ചിങ് ലൂപ്സ്. നമുക്കറിയാം 3 നോൺ ടച്ചിങ് ലൂപ്സിൻ്റെ ഒരു കോമ്പിനേഷനകത്ത് വരും. 3 നോൺ ടച്ചിങ് ലൂപ്സിൻ്റെ കോമ്പിനേഷൻ വരും. അതാണ് അവിടെ വരുന്നത്. ഏതൊക്കെ ലൂപ്പാണ് വരുന്നത്? അപ്പം ഡെൽറ്റ കിട്ടി. 3 നോൺ ടച്ചിങ് ലൂപ്സിൻ്റെ ആണ്. L1, L2, L3 ആർ നോൺ ടച്ചിങ്. സോ അവരുടെ ഗെയിൻ പ്രോഡക്റ്റാണ് ഇവിടെ വരുന്നത്. ദെൻ നമുക്ക് വേണ്ടത് ഇനി ഡെൽറ്റ 1 എന്ന് വെച്ചാൽ ഒരു ഫോർവേഡ് പാത്ത് 1 എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു ഫോർവേഡ് പാത്ത് ഈ പ്രോബ്ലത്തിലുള്ളൂ. അത് എലിമിനേറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്താ? 1 മൈനസ് G7H4 അത് മാത്രമേ ഉള്ളൂ. അതായത് G7H4 എന്ന് പറയുന്നൊരു വാല്യൂ മാത്രമേ ഇവിടെ വരുള്ളൂ. എലിമിനേറ്റിംഗ് ഫോർവേഡ് പാത്ത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യുന്നത് ഈ ഫോർവേഡ് പാത്തിനെയാണ്. പിന്നെ ബാക്കിയുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും മാത്രമേ ഉള്ളൂ, G7 × H4. അപ്പോൾ ഡെൽറ്റ 1 കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ കൊടുക്കാം. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Y/R എന്ന് പറയുന്നത് അല്ലെങ്കിൽ C/R എന്ന് പറയുന്നത് P1 ഡെൽറ്റ 1 ബൈ ഡെൽറ്റ മാത്രമേ ഉള്ളൂ. കാരണം ഒരു ഫോർവേഡ് പാത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഡെൽറ്റ 1 കിട്ടി, ഡെൽറ്റയും കിട്ടി. ഇത് സോൾവ് ചെയ്ത് പഠിക്കാം.